യുക്രൈൻ തലസ്ഥാനമായ കീവിന് നേർക്ക് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ചരിത്രപ്രസിദ്ധമായ കീവ് പെച്ചർസ്ക് ലാവ്ര ആശ്രമ സമുച്ചയത്തിന് തീപിടിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ വൻ വ്യോമാക്രമണത്തിൽ കീവിൽ മാത്രം 4 പേർ കൊല്ലപ്പെട്ടു. 20-ലധികം പേർക്ക് പരിക്കേറ്റു. 1000-ഓളം വർഷം പഴക്കമുള്ള ആശ്രമ സമുച്ചയത്തിൽ നിന്ന് തീയും പുകപടലങ്ങളും ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആശ്രമത്തിലെ പ്രധാന ആരാധനാലയമായ ഡോർമിഷൻ കത്തീഡ്രലിന്റെ ഗോപുരങ്ങൾക്കും താഴികക്കുടങ്ങൾക്കും താഴെ നിന്ന് അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം നടത്തുന്നതായി യുക്രൈൻ എമർജൻസി സർവീസ് അറിയിച്ചു. കത്തീഡ്രലിന്റെ മേൽക്കൂരയുടെ ഭാഗത്ത് അഗ്നി പടർന്നു. സമീപത്തെ നാഷണൽ കൾച്ചറൽ ആൻഡ് മ്യൂസിയം കോംപ്ലക്സ് കെട്ടിടത്തിന്റെ ഭാഗവും അഗ്നിക്കിരയാക്കി. തിങ്കളാഴ്ച പുലർച്ചെയാണ് ആക്രമണം നടന്നത്. 611 ദീർഘദൂര ഡ്രോണുകളും 70 മിസൈലുകളുമാണ് റഷ്യൻ സേന യുക്രൈന് നേരെ തൊടുത്തത്. ആക്രമണത്തെ തുടർന്ന് കീവിന്റെ വടക്കൻ മേഖലയിലെ 14,000 വീടുകളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു. വടക്കു കിഴക്കൻ നഗരമായ കാർക്കീവിൽ റഷ്യൻ ബോംബ് ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു, 5 പേർക്ക് പരിക്കേറ്റു. അതേസമയം പ്രതിരോധ വ്യവസായ സമുച്ചയങ്ങളെ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അവകാശവാദം. 11-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ കീവ് പെച്ചർസ്ക് ലാവ്ര യുക്രൈനിലെ ഏറ്റവും വലിയ ആത്മീയ സാംസ്കാരിക കേന്ദ്രവും പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ്. ഭൂഗർഭ ഗുഹകളും പള്ളികളും അടങ്ങുന്ന ഈ സമുച്ചയത്തെ യുക്രൈനിയൻ കലയുടെ മാസ്റ്റർ പീസ് എന്നാണ് യുനെസ്കോ വിശേഷിപ്പിക്കുന്നത്. ഈ ഗുഹകളിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അടക്കം ചെയ്തിട്ടുണ്ട്. 2023-ൽ ഈ ആശ്രമത്തെ അപകടത്തിലായ ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോ ഉൾപ്പെടുത്തിയിരുന്നു. ആക്രമണം ക്രിസ്ത്യൻ സംസ്കാരത്തിന് നേരെ റഷ്യ നടത്തിയതിൽ ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞു. 4 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യയുടെ ഈ ക്രൂരമായ ആക്രമണമെന്ന് സെലൻസ്കി ചൂണ്ടിക്കാണിച്ചു. ഞായറാഴ്ച ട്രംപും പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിൽ ചർച്ച നടത്തിയതായി റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം 107 ദിവസം നീണ്ട സംഘർഷങ്ങൾക്ക് ശേഷം ലോകം സമാധാനത്തിലേക്ക്. ഇറാൻ അമേരിക്ക ധാരണ ഒപ്പുവെക്കുന്നത് വെള്ളിയാഴ്ചയെന്ന് ഉറപ്പായി. ധാരണ നിലവിൽ വന്നത് ഇറാനും അമേരിക്കയും സ്ഥിരീകരിച്ചു. ഹോർമൂസ് തുറക്കാനുള്ള നടപടികൾ ഇരുപക്ഷവും ഉടനെ തുടങ്ങും. ആഗോള എണ്ണ, സ്വർണം വിലയിലും ഓഹരി വിപണികളിലും പ്രഖ്യാപനം വൻ ചലനമുണ്ടാക്കി. ഇറാനിലും ഇസ്രായേലിലും ധാരണയ്ക്കെതിരെ വികാരമുണ്ട്. ആദ്യം ഒമാൻ, പിന്നെ പാകിസ്ഥാൻ. പലവട്ടം ചർച്ചകൾ നടന്നിട്ടും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കവെയാണ് ഖത്തർ പ്രധാന റോളിൽ എത്തുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ടെഹ്റാനിലേക്ക് ഖത്തർ സംഘം 2 നിർണായക യാത്രകൾ നടത്തി. അതിലൊന്ന് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നാലെ ഇന്നലെ രാത്രി ഡൊണാൾഡ് ട്രംപ് ധാരണ നിലവിൽ വന്നത് പ്രഖ്യാപിച്ചു. ഇന്ന് ഇറാനും അത് സ്ഥിരീകരിച്ചു. മേഖലയിൽ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടെങ്കിലും കപ്പൽ ഗതാഗത കമ്പനികൾ ജാഗ്രത തുടരുകയാണ്. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ സർക്കാർ നിരീക്ഷിക്കുകയാണ്. ഇറാന് $30,000 കോടി അമേരിക്ക പുനർനിർമ്മാണ ഫണ്ട് നൽകുമെന്ന് ഇറാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. $2,500 കോടി ഫണ്ട് മരവിപ്പിച്ചത് തിരികെ നൽകും. എണ്ണ ഉപരോധം നീക്കും. ഖത്തറും കുവൈറ്റും ധാരണയെ സ്വാഗതം ചെയ്തു. ജർമ്മനിയും ഫ്രാൻസും UKയും ഉൾപ്പെടെ ഇറാനുമേലുള്ള കൂടുതൽ ഉപരോധങ്ങൾ നീക്കിയേക്കും. US-മായി ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടങ്ങളായി പിൻവലിക്കൽ തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായ സമവായത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ തർക്ക വിഷയങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനായി വരും ദിവസങ്ങളിൽ ഇരുപക്ഷവും തമ്മിൽ തുടർ ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.